ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിംഗ് ഫ്രം ഫ്രിഞ്ചസ് എന്ന ബുക്കിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സമീർ ടാൻഡി എഴുതിയിട്ടുള്ള ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ള ഒരു കൊച്ചു പോയം. വളരെ ചെറിയൊരു പോയമാണ്, വളരെ സുന്ദരമായ ഒരു പോയമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എഴുതിയിട്ടുള്ളത് നമ്മുടെ സമീർ ടാൻഡി എന്ന് പറയുന്ന ഒരു അസാമീസ് പോയറ്റാണ്. സോ നമ്മൾ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എഴുതിയിട്ടുള്ള നമ്മുടെ സമീർ ടാൻഡിയെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. സമീർ ടാൻഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അസാമീസ് പോയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരൻസ് അവിടെയുള്ള ടീ ഫാക്ടറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്കാരനായ തന്റെ അച്ഛന് അവരുടെ 7 മക്കൾക്കും വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചില്ല. പക്ഷേ 2 പേർക്ക് അതിനുള്ള അവസരം ലഭിച്ചിരുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ സമീർ ടാൻഡി. അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ സമീർ ടാൻഡി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുകയായിരുന്നു. സോ നമുക്ക് സമീർ ടാൻഡിക്ക് എന്താണ് ഈ ത്തിലൂടെ നമ്മോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പോയത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഡെമോക്രസിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്നാണ് വിവരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നാടുകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഡെമോക്രസി അത്തരത്തിലൊരു ബാഡ് ഫിഗർ ഒന്നും അല്ലെങ്കിലും ഉണ്ട്. പക്ഷേ ഒരു പീസ്ഫുൾ ആയ രീതിയിലാണ് നമ്മുടെ ഇവിടെ ഡെമോക്രസി. പക്ഷേ ഇന്ത്യയുടെ നോർത്തേൺ ഏരിയാസിൽ, എസ്പെഷ്യലി നമ്മുടെ ആസാമിലൊക്കെ ആദ്യകാലങ്ങളിൽ ഡെമോക്രസിയെ ആളുകൾ കണ്ടിരുന്നത് ഒരു ബാഡ് ഫിഗർ ആയിട്ടായിരുന്നു, ഒരു മോശം ഫിഗർ ആയിട്ടായിരുന്നു. ഡെമോക്രസി അവർക്കെതിരെ മോശമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. സോ അങ്ങനെ വർഗീയതയുള്ള, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ജനതയുള്ള, മാർജിനലൈസ് സൊസൈറ്റികളുള്ള പലതരം അക്രമങ്ങളും നടന്നിരുന്ന ഒരു ഡെമോക്രസിയിൽ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു നമ്മുടെ പോയറ്റ് സമീർ ടാൻഡി. സോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്, അതായത് നമ്മുടെ സമീർ ടാൻഡിക്ക് ഉണ്ടായിരുന്ന വിഷനാണ്, അദ്ദേഹത്തിന് ഡെമോക്രസിയുമായി ഉണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ ഈ ഒരു പോയമിലൂടെ നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ലേൺ ദ പോം. ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി. ഇനി എത്ര കാലം ഇങ്ങനെ പോകും നീ ഡെമോക്രസി? ഹെഡ് ഡൗൺ ഓൺ ബെൻഡഡ് നീസ് വിത്ത് ഐസ് ക്ലോസ്ഡ്. തലകുനിച്ച്, മുട്ടുകുത്തി, കണ്ണടച്ച് ഇനി എത്ര കാലം ഇങ്ങനെ നീ പോവും ഡെമോക്രസി എന്നാണ് സമീർ ടാൻഡി ഡെമോക്രസിയോട് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെമോക്രസിയെ ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡെമോക്രസിയെ ഒരു വ്യക്തിയായി കൊണ്ട് വെച്ച് ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മുടെ പോയറ്റ് സമീർ ടാൻഡി ഡെമോക്രസിയോട് സംസാരിക്കുന്നത്. സോ ഇവിടെ പോയറ്റ് ഡെമോക്രസിയെ പേഴ്സോണിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. നോ എൻഡ് ടു യുവർ മ്യൂട്ടിലേഷൻ, നോ എൻഡ് ടു യുവർ ഹ്യൂമിലിയേഷൻ. നിന്റെ അംഗഭംഗത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിന്റെ അപമാന്യം നിൽക്കാൻ പോകുന്നില്ല. അതായത് സമീർ ടാൻഡി അദ്ദേഹത്തിന് ഡെമോക്രസിയോടുള്ള ഒരു മോശം ഫിഗറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ് ഡെമോക്രസിയോട് ഒരു പേഴ്സൺ എന്ന പോലെ, ഒരു വ്യക്തി എന്ന പോലെ ചോദിക്കുകയാണ്, എത്ര കാലം ഇങ്ങനെ ഇനിയും തലകുനിച്ച്, മുട്ടുകുത്തി, കണ്ണടച്ച് ഇനി എത്ര കാലം നിനക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുമെന്ന് ഡെമോക്രസിയോട് ചോദിക്കുകയാണ്. ഐ ഹിയർ യുവർ ബെഡ് ലാം ഡെമോക്രസി. എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നിന്റെ അലറൽ ഡെമോക്രസി. അതായത് കൺഫ്യൂഷൻ ആയിട്ടുള്ള നിന്റെ ഈ അലറൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് സമീർ ടാൻഡി പറയുകയാണ്. അതായത് ഡെമോക്രസി അതിന്റെ വഴിയിൽ ഇങ്ങനെ നീങ്ങുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് സമീർ ടാൻഡി ഇവിടെ പറയുകയാണ്. ഹൗ ഐ ലവ് യു വിത്ത് മൈ ലൈഫ്, I see your lips sewed together, your eyes covered with a blindfold. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിന്റെ ചുണ്ടുകൾ തുന്നിച്ചേർത്ത് വെച്ച പോലെ. സ്യൂഡ് ടുഗെദർ എന്ന് പറയുന്നത് തുന്നിച്ചേർത്ത് വെച്ച പോലെ എന്നാണ്. അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് യുവർ ഐസ് കവേർഡ് വിത്ത് എ ബ്ലൈൻഡ് ഫോൾഡ്. നിന്റെ കണ്ണുകൾ കെട്ടിവെക്കപ്പെട്ട പോലെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് സമീർ ടാൻഡി പറയുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ നാടായ ആസാമിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല നോർത്തേൺ ഏരിയാസിലും ഡെമോക്രസി കാരണം പലതരം ഡിസ്ക്രിമിനേഷൻസും അക്രമങ്ങളും മാർജിനലൈസ് സൊസൈറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഡെമോക്രസി ഇതൊന്നും കാണുന്നില്ല. കണ്ടിട്ടും ഡെമോക്രസിയുടെ വായ തുന്നിച്ചേർത്ത് വെച്ച പോലെ ആണെന്നാണ് സമീർ ടാൻഡി ഈ പോയത്തിലൂടെ പറയുന്നത്. ഐ വിഷ് ടു സ്പീക്ക് ഔട്ട് യെറ്റ് ഐ കനോട്ട്, perhaps harms befall you. ഞാൻ ഈ കാണുന്ന കാഴ്ചകൾ നിന്റെ ചുണ്ടി തുന്നിച്ചേർത്ത് വെച്ച പോലെയും അതുപോലെ തന്നെ നിന്റെ കണ്ണുകൾ മൂടി വെച്ച പോലെയും ഈ കാഴ്ചകളെല്ലാം എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. കാരണം അതിന് നിനക്ക് ഹാം ചെയ്യുമോ, നിനക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഐ ഡിസൈഡ് ടു ആസ്ക് യെറ്റ് ഐ കനോട്ട്, for fear it will offend. എനിക്ക് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണമെന്നുണ്ട്,
പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഡെമോക്രസിയെ ഇത് മോശമായി ബാധിച്ചേക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ഡെമോക്രസിയെ ഇത് വേദനിപ്പിച്ചേക്കാം, തകർത്തേക്കാം എന്നൊക്കെ പേടിച്ചിട്ടാണ് സെമീർ ടാൻഡി അത് ചോദിക്കാത്തത്. ഡെമോക്രസി സോ മച്ച് ഡാർക്ക്നെസ് ഇൻസൈഡ് യുവർ ഹോം. അതുപോലെ തന്നെ നമ്മുടെ പോയറ്റ് സെമീർ ടാൻഡി പറയുന്നുണ്ട്, അതായത് ഡെമോക്രസിയുടെ ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞതായി സെമീർ ടാൻഡിക്ക് തോന്നുകയാണ്. യെറ്റ് ഔട്ട്സൈഡ് ഐ സീ എ റൈറ്റ് ഓഫ് ലൈറ്റ്. പക്ഷേ ഡെമോക്രസിയുടെ പുറത്ത് അദ്ദേഹത്തിന് ഒരു വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ടെന്നും പറയുകയാണ്. ഡെമോക്രസി, ഐ വിഷ് യു എ ലോങ് ലൈഫ്. അതുപോലെ തന്നെ അദ്ദേഹം ആശിക്കുന്നുണ്ട് ഈ ഡെമോക്രസി കുറെ കാലം നിൽക്കാൻ. പക്ഷേ ഈ രൂപത്തിലാണോ? അല്ല. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അധിക കാലമൊന്നും ഡെമോക്രസി പോകില്ല. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് കുറെ കാലം കൂടി ഡെമോക്രസി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോഴുള്ള രൂപത്തിലല്ല, പകരം ഇതിലേറെ മെച്ചപ്പെട്ടൊരു രൂപത്തിൽ. വൺ ഡേ ബിഫോർ യു ബിക്കം പാരന്റ്, വൺ ഡേ ബിഫോർ യു ടേൺ ബ്ലഡി, ലെറ്റ് മീ സ്പീക്ക് ഔട്ട് ഫോർ യു. അതായത് നീ ഇനി ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ്, അതായത് ഡെമോക്രസി ഇനി ഉപയോഗശൂന്യമായ ഒരു സംഭവമായി മാറുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ മുറിവേറ്റ് ചോര വാർന്നൊലിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് നിനക്ക് വേണ്ടി ഒരു കാര്യം പറയാനുണ്ട് ഡെമോക്രസി എന്ന് നമ്മുടെ പോയറ്റ് സെമീർ ടാൻഡി പറയുകയാണ്. ഡെമോക്രസി, ബിഫോർ യു വീപ് മേ ഐ ഇറേസ് മൈസെൽഫ് ഫ്രം യുവർ ഹാർട്ട്. അതായത് നമ്മുടെ പോയറ്റ് സെമീർ ടാൻഡി ഡെമോക്രസിയോട് പറയുകയാണ്, നീ ഇനി തേങ്ങിക്കരയുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമെന്നുണ്ട് എന്ന് പറയുകയാണ് സെമീർ ടാൻഡി നമ്മുടെ ഡെമോക്രസിയോട്. അങ്ങനെ നമ്മുടെ പോയം ഇവിടെ അവസാനിക്കുമ്പോഴും നമുക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? അതായത് 1947 നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടും അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പലയിടങ്ങളിലും ഡെമോക്രസി കാരണം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനതയുണ്ടെന്ന് സെമീർ ടാൻഡി നമ്മോട് പറയുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എബ്രഹാം ലിങ്കൺ പറഞ്ഞ പോലെ ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങളുടേതാണത്, ജനങ്ങൾക്ക് വേണ്ടിയാണത്, ജനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണത്. എന്നിട്ട് പോലും ജനങ്ങൾക്ക് ഉപദ്രവമായി മാറുന്ന കാഴ്ച സെമീർ ടാൻഡി നമുക്ക് കാണിച്ചു തരികയാണ്. ആൻഡ് അത് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. സോ അതായിരുന്നു നമ്മുടെ കൊച്ചുപോയം. നിങ്ങൾക്ക് ഇതുമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഒരു മടിയും കൂടാതെ ചോദിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ഈ വീഡിയോന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. ഒപ്പം ഇനി വരാനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മിസ് ചെയ്യാതിരിക്കാൻ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മിസ് ചെയ്തിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായി വരാം. ലെറ്റ്സ് ഫാസ്റ്റ് ഡിഗ്രി.